ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ദോശമാവൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണിത്. വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഞാനിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 പച്ചമുളക് അരിഞ്ഞതും അല്പം കറിവേപ്പില അരിഞ്ഞതും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി ഇവിടെ ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇട്ട് കൊടുത്ത പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഞാനിതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ബീഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിലോ ചിക്കൻ വേണമെങ്കിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പായിട്ട് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ദോശമാവാണ്. അപ്പോൾ ഞാനിതാ തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ ദോശ ചുട്ടതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ആ ഒരു മാവ് വെച്ചിട്ട് ഞാൻ വൈകുന്നേരം സ്നാക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സിലിക്കണിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ മോൾഡ് ഇല്ല വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ഏതെങ്കിലും ഇഡലി പാത്രത്തിൽ ഇഡലി ഒക്കെ ചുടുന്ന കുഴിയിൽ ഒഴിച്ചിട്ടും ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ എണ്ണ കുറച്ച് തടവിയതിന് ശേഷം അതിലൊഴിച്ചിട്ടും ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 6 പീസിൽ 1/4 ഭാഗത്തോളം മാവൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ എല്ലാത്തിലും മസാലയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദോശമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഇഡലി പാത്രത്തിൽ തട്ട് വെച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്തിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മുകളിലൊന്ന് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്നുള്ളത്. കാരണം മാവൊക്കെ മുകളിൽ ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഇനി നമുക്കിത് എടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷമാണ് കേട്ടോ ഇത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ സാധാരണ വലിയ സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിലും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പീസ് കിട്ടുക. പിന്നെ സിലിക്കൻ്റെ മോൾഡ് ആകുമ്പോൾ നമുക്കങ്ങനെ റിമൂവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്